ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തോളം പഴക്കമുള്ള മുസ്ലിം ലീഗിനെ സമരമുഖങ്ങളിൽ നിന്ന് മുഖ്യധാരയിൽ നിന്ന് വനിതകൾ നയിച്ചിരുന്ന ചരിത്രം മറക്കരുതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഫ്ലിയ. വനിതാ ലീഗ് എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉണർവ് 2025 എക്സിക്യൂട്ടീവ് ക്യാമ്പിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്വന്തം കാര്യം പോലും ചിന്തിക്കാതെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സ്ത്രീകളെങ്കിലും സമൂഹം ഒരു പരിധിവരെ രണ്ടാംകിട പൗരന്മാരായാണ് സ്ത്രീകളെ കാണുന്നത്. അതിന് മാറ്റം വരണമെങ്കിൽ ലീഗിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് വരണമെന്നും ഉണർവ് 2025 എക്സിക്യൂട്ടീവ് ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഫാത്തിമ തെഫ്ലിയ അഭിപ്രായപ്പെട്ടു. രാവിലെ എണീറ്റ് വന്ന് തിരിച്ചു പോവുക എവിടുന്ന് അവിടെ തന്നെയാ പോവുകയും ചെയ്യാം. രാവിലെ അവിടെ വന്ന് നിൽക്കുന്നു, വൈകുന്നേരം അവിടെ നിന്ന് പോകുന്നു. ഇതാണ് ഒരു റുട്ടീൻ. അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം, മുറ്റത്തേക്ക് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, അതിന്റെ ഇടയിൽ ആരെയും വന്ന് അപ്പുറത്തേക്ക് ഓടുന്നു. ഈ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മളുടെ ചിന്തയെ, നമ്മളുടെ ബുദ്ധിയെ, നമ്മളുടെ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് എത്ര ചിന്തിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പിറന്നു വീണപ്പോ നിങ്ങൾ ഈ ഒരു ചുറ്റുപാടിൽ നിൽക്കണം എന്ന് ആരും നിർബന്ധിച്ചിട്ടില്ല. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. മനുഷ്യനാണ്, നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നുള്ളതിനപ്പുറത്തേക്ക് മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ച് വീണിട്ടുണ്ട് എങ്കിൽ സാമൂഹികപരമായിട്ടുള്ള ഉത്തരവാദിത്വം പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കുമുണ്ട്. തലമുണ്ട CMC LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഇബ്രാഹിം മൂദൂർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി സുഹ്റ മുഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജുബൈരിയ മമ്മൂട്ടി അധ്യക്ഷത വഹിച്ചു. റഫീഖ് പിലാക്കൽ, ഹാരിസ് തൊഴുത്തുങ്ങൽ, KP മുഹമ്മദ് അലി, കരിമ്പിൽ റഹ്മത്ത്, MV ആയിഷ, ബുഷ്ര ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ.